ഞങ്ങളാരും ഇതിന്റെ തർക്കത്തിന് പോയില്ലല്ലോ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? ആ അതാണ് ഞാൻ പറഞ്ഞത്. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? വന്നില്ല, ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മറ്റേ വന്നില്ലല്ലോ. അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ, ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വന്നില്ലല്ലോ. അല്ല, മോഹൻലാൽ വരുമെന്നാണ് പറഞ്ഞത്. മോഹൻലാൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. മോഹൻലാൽ ചതിച്ചാശാന് അല്ല വരാമെന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. നിങ്ങൾ നോക്കിക്കോ. പടത്തിലെ നായകൻ മമ്മൂട്ടിയാണ് പറയുന്നത്. മോഹൻലാൽ വരാന്ന് പറഞ്ഞ് ചതിച്ചാശാനാണ്. മെസ്സി ചതിച്ചാശാന് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ടാണല്ലോ പകരം കൃഷ്ണൻകുട്ടി നായർ വരുന്നത്. ഓർമ്മയില്ല? സംഘടനാപരമായ കാര്യങ്ങളെല്ലാം KPCC പ്രസിഡന്റ് സംസാരിക്കും. ഞാൻ സംസാരിക്കാനില്ല. എനിക്ക് പറയാൻ പാടില്ല. KPCC പ്രസിഡന്റ് തെറ്റായ വാർത്തകളാണ്, എല്ലാം തെറ്റായ വാർത്തകളാണ്. കോൺഗ്രസിൽ അങ്ങനത്തെ ഒരനൈക്യമില്ല. എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൂടിയാലോചനകൾ എല്ലാവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ MP-മാരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിൽ വന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടിയാലോചന നടത്തിയാൽ പോലെ. MP-മാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെൻറ്റ് നീണ്ടു നിൽക്കും. അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനി ഞായറുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റും CLP ലീഡറും ഡൽഹിയിലേക്ക് വന്നത്. അവരിവിടെ സമ്മേളനം നടക്കുന്നു. അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയല്ലേ ഞങ്ങൾ. ഇതിനെങ്ങനെ അതിർത്തിയല്ലേ? അല്ല, ഞാൻ അതൊക്കെ KPCC പ്രസിഡന്റ് പറയും. ലിസ്റ്റാകുമ്പോൾ നിങ്ങൾ ആദ്യം അറിയിക്കും. നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക. ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ. നിങ്ങളിങ്ങനെ നടക്കല്ലേ. ഒരാൾ വന്നില്ല, ആൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ട്, ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. എന്തിനാ ഇങ്ങനത്തെ വാർത്ത? എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം, MP വന്നില്ല, വേറൊരു MP വന്നില്ല. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. കോൺഗ്രസിൽ നിന്ന് നിങ്ങൾക്ക് കോൺഗ്രസിൽ നിന്ന് വാർത്തയുള്ളൂ. രാവിലെ ഞങ്ങൾ തന്നെ അന്തം പിടിക്കും ചില വാർത്ത കാണുമ്പോൾ. ചിലപ്പോൾ ചിരി വരും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോലും, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. അത് നിങ്ങളാരെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചായിരിക്കും. ഞാൻ പറയില്ലേ, സംഘടനാപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല. KPCC പ്രസിഡന്റ് ഞങ്ങളൊരു പ്രോസസ്സിലല്ലേ. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളോട് പറയും. വളരെ മോശമായി പോയി. KPCC പ്രസിഡന്റ്, മുൻ KPCC പ്രസിഡന്റ് ഇവിടെ വന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിനോട് മുറിയിൽ കയറി സംസാരിച്ച പുറത്തുനിന്ന് കേട്ടത് വളരെ മോശമായി പോയി. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത് പറഞ്ഞല്ലേ. എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ. അദ്ദേഹം ആകുമ്പോൾ തുറന്നു പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ ഓർത്ത് പുറത്തുനിന്ന് കേട്ടാ ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സോറി. ഞാൻ പറഞ്ഞ പിൻവലിച്ചു. ഞാൻ ഓർത്ത് ഇത് പറഞ്ഞ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചു. അങ്ങേ പറഞ്ഞത് ഞാൻ പിൻവലിച്ചു. ഞാൻ പറയാൻ പാടില്ല, തമാശയായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തലകുത്തി നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് സംഘടനാപരമായ സാധനം കിട്ടിയിട്ട് അതിൽ നിന്നൊരു വാർത്ത കിട്ടിയില്ല. ഞാൻ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാ കാര്യവും നിങ്ങളോട് പറയാൻ പറ്റും. അതെ, ഞങ്ങള് പ്രോസസ്സ് എന്ന് വെച്ചാൽ പഴയ കാലത്തെ പോലത്തെ ഒന്നുമല്ല പ്രോസസ്സ്. ആ പ്രോസസ്സ് ഏറ്റവും നല്ല ഒരു ടീം ഇപ്പോൾ വന്നില്ലേ, നല്ലൊരു ടീം വന്നില്ലേ. ഇപ്പോൾ നല്ലൊരു ടീം വന്നില്ലേ, KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള നല്ലൊരു ടീം വന്നല്ലേ. നല്ലൊരു ടീം വന്നു. അതുപോലെ അവർക്ക് ശക്തി കൊടുക്കുന്ന നല്ലൊരു ടീം വരും, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയില്ല. അല്ല, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. നമ്മളത് പൂർത്തിയായിട്ടില്ലല്ലോ. അതൊക്കെ എല്ലാം KPCC പ്രസിഡന്റ് പറയും. അത് പറയാം. നിങ്ങളോട് ആരെങ്കിലും ഡെഡ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓരോ വാർത്ത കൊടുക്കും, 10-ാം തീയതിക്ക് മുമ്പ് തീരുമാനം ഉണ്ടാവും. എന്നിട്ട് നമ്മളോട് ഒന്ന് ചോദിക്കുക 10-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാവുക. ഭയങ്കര സാധനം ഉണ്ടാവും. ശരിയാണ്.